ടെക് ലോകത്തു നിന്നുള്ള വാർത്തകൾ. ഗൂഗിളിനെ വീഴ്ത്താൻ കോമറ്റ് എത്തുന്നു. AI വെബ് ബ്രൗസർ അവതരിപ്പിച്ച് പെർപ്ലെക്സിറ്റി. ഓപ്പൺ എഐയുടെ സെർച്ച് GPT-ക്കും ഗൂഗിളിന്റെ AI മോഡലിനും ശേഷം പെർപ്ലെക്സിറ്റി AI ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കരുത്തുള്ള വെബ് ബ്രൗസർ അവതരിപ്പിച്ചിരിക്കുകയാണ്. കോമറ്റ് എന്നാണ് ഇതിന്റെ പേര്. ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുക മാത്രമല്ല, നിങ്ങൾക്കായി ജോലികൾ ചെയ്യാൻ കഴിയുന്ന ഏജന്റ് എന്ന നിലയിലാണ് കോമറ്റിനെ പെർപ്ലെക്സിറ്റി കമ്പനി അവതരിപ്പിച്ചിരിക്കുന്നത്. കോമറ്റിലേക്ക് പെർപ്ലെക്സിറ്റി AIയെ നേരിട്ട് സംയോജിപ്പിച്ചിരിക്കുന്നതിനാൽ ഉപഭോക്താക്കൾക്ക് വിവർത്തനം ചെയ്യാനും സംഗ്രഹിക്കാനുമൊക്കെ ബ്രൗസറിനുള്ളിൽ വെച്ച് തന്നെ കഴിയും. AI അധിഷ്ഠിത സ്റ്റാർട്ടപ്പായ പെർപ്ലെക്സിറ്റി AI അതിശക്തമായ മത്സരം നടക്കുന്ന ബ്രൗസർ വിപണിയിലേക്ക് കടന്നിരിക്കുകയാണ്. ഏജന്റിംഗ് AIയുടെ സഹായത്തോടെ സാമ്പ്രദായിക സെർച്ച് രീതികളെ മറികടക്കാൻ കോമറ്റിലൂടെ കഴിയുമെന്നാണ് പെർപ്ലെക്സിറ്റി AIയുടെ പ്രതീക്ഷ. ഏജന്റ് AIക്ക് ടാസ്കുകൾ ലഘൂകരിക്കാനും എല്ലാ വിവരങ്ങളും ഒരിടത്ത് ലഭ്യമാക്കാനും കഴിയുമെന്നും കമ്പനി പറയുന്നു. വിവിധ സേവനങ്ങൾ അനായാസം ഉപഭോക്താക്കൾക്ക് ലഭ്യമാക്കുന്ന വിധത്തിലാണ് കോമറ്റിന്റെ ഇന്റർഫേസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കോമറ്റ് അസിസ്റ്റൻസ് എന്ന ബിൽറ്റ് ഇൻ AI സിസ്റ്റം ബ്രൗസറിനൊപ്പം അവതരിപ്പിച്ചു. വിവരങ്ങൾ സംഗ്രഹിക്കാനും ഉൽപ്പന്നങ്ങൾ താരതമ്യം ചെയ്യാനും വർക്ക് ഫ്ലോ ലഘൂകരിക്കാനും മീറ്റിംഗുകൾ ഷെഡ്യൂൾ ചെയ്യാനുമെല്ലാം ഈ AI അസിസ്റ്റന്റിനെ ബ്രൗസറിൽ ആശ്രയിക്കാം. AI ഓവർവ്യൂസ്, ഗൂഗിൾ AI മോഡ്, സെർച്ച് GPT തുടങ്ങിയ ഭീമന്മാരെ വീഴ്ത്താൻ പെർപ്ലെക്സിറ്റി AIയുടെ കോമറ്റിനാകുമോ എന്ന് കാത്തിരുന്നറിയാം. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇലോൺ മസ്കിന്റെ ടെസ്ല ഇന്ത്യയിലേക്ക്. ഇലക്ട്രിക് വാഹന കമ്പനിയായ ടെസ്ലയുടെ രാജ്യത്തെ ആദ്യ ഷോറൂം ജൂലൈ 15-ന് മുംബൈയിൽ ആരംഭിക്കും. മുംബൈയിലെ ബാന്ദ്ര കുർള കോംപ്ലക്സിൽ ടെസ്ല സെന്റർ തുറക്കുമെന്നാണ് റിപ്പോർട്ട്. ടെസ്ലയുടെ ഇന്ത്യയിലെ ആദ്യത്തെ ഷോറൂമാകും ഇത്. ചൈനയിലെ ഷാങ്ഹായിലെ ടെസ്ലയുടെ ഫാക്ടറിയിൽ നിന്ന് 5 മോഡൽ Y വാഹനങ്ങൾ ഇതിനകം മുംബൈയിലെത്തിയതായി റിപ്പോർട്ടിൽ പറയുന്നു. ടെസ്ല കാറുകൾക്ക് 27.7 ലക്ഷം രൂപയാണ് വില പ്രതീക്ഷിക്കുന്നത്. പൂർണ്ണമായി നിർമ്മിച്ച കാറുകളുടെ ഇറക്കുമതിക്ക് ഇന്ത്യ 70% താരിഫ് ഏർപ്പെടുത്തിയതോടെ കനത്ത തീരുവയാണ് ടെസ്ല നൽകുക. 21 ലക്ഷത്തിലധികം രൂപയുടെ ഇറക്കുമതി തീരുവയാണ് ടെസ്ല നൽകേണ്ടി വരിക. ടെസ്ലയുടെ ഇന്ത്യയിലേക്കുള്ള വരവ് 1 വർഷത്തോളമായി ചർച്ചയായിരുന്നു. കാറുകളുടെ ഇറക്കുമതി തീരുവ കുറയ്ക്കുന്നതിനുള്ള ചർച്ചകളിലായിരുന്നു ഇലോൺ മസ്ക്. ടെസ്ല ഇന്ത്യയിൽ പ്രവർത്തനം തുടങ്ങുന്നുണ്ടെങ്കിലും ഇലക്ട്രിക് വാഹന കമ്പനി ഇന്ത്യയിൽ നിർമ്മാണ യൂണിറ്റ് സ്ഥാപിക്കാൻ താൽപര്യപ്പെടുന്നില്ലെന്നാണ് റിപ്പോർട്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് പുതിയൊരു മാർഗം കണ്ടെത്തി ഗൂഗിൾ. ഈ വർഷം അവസാനം മുതൽ AI അവലോകനത്തിലും ഇനി പരസ്യങ്ങൾ അവതരിപ്പിക്കുമെന്ന് ഗൂഗിൾ. ഈ വർഷം അവസാനം ഇന്ത്യയിൽ AI അവലോകനങ്ങളിൽ പരസ്യങ്ങൾ അവതരിപ്പിക്കാൻ പദ്ധതിയിടുന്നതായി ഗൂഗിൾ അറിയിച്ചു. ഗൂഗിൾ മാർക്കറ്റിംഗ് ലൈവ് ഇന്ത്യ പരിപാടിയിലാണ് കമ്പനി ഇക്കാര്യം അറിയിച്ചത്. AI അവലോകനങ്ങൾ സമീപകാലത്തെ വളരെ ജനപ്രിയമായി കൊണ്ടിരിക്കുകയാണ്. ആളുകൾ ഗൂഗിൾ സെർച്ചിൽ ഒരു വിഷയം തിരയുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ഉത്തരങ്ങൾ AI അവലോകനം വഴി നൽകും. ഇപ്പോൾ ഈ AI അവലോകനത്തിലും പരസ്യങ്ങൾ ഉൾപ്പെടുത്താനും പണമുണ്ടാക്കാനുമാണ് ഗൂഗിളിന്റെ നീക്കം. ഉപഭോക്താവ് തിരഞ്ഞ വിഷയവുമായി ബന്ധപ്പെട്ട പരസ്യങ്ങൾ AI അവലോകനത്തിൽ ദൃശ്യമാകും. ഈ സവിശേഷത പഴയ ഗൂഗിൾ സെർച്ചിൽ നിന്ന് വ്യത്യസ്തമായിരിക്കും എന്ന് കമ്പനി പറയുന്നു. ഇതിൽ ഉപഭോക്താക്കളുടെ ചോദ്യങ്ങൾക്ക് അവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് വിവരങ്ങൾ ലഭിക്കും. ഈ വർഷം അവസാനത്തോടെ ഇന്ത്യയിൽ ഉപഭോക്താക്കൾക്കായി AI അവലോകനത്തിൽ പരസ്യങ്ങൾ കാണിക്കുമെന്ന് ഗൂഗിൾ വ്യക്തമാക്കി. AI അവലോകനത്തിൽ പ്രത്യക്ഷപ്പെടുന്ന പരസ്യങ്ങളിൽ കറുപ്പ് നിറത്തിൽ സ്പോൺസേഡ് എന്ന് എഴുതിയിരിക്കും. അങ്ങനെ ഇതൊരു പരസ്യമാണെന്നും AI പ്രതികരണം അല്ലെന്നും ഉപഭോക്താക്കൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അടുത്തിടെ ഇന്ത്യൻ സർക്കാർ ഓൺലൈൻ പരസ്യങ്ങൾക്കുള്ള ഗൂഗിൾ നികുതി നിർത്തലാക്കിയിരുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. വിവോ T സീരീസ് വേരിയന്റായ വിവോ T4R 5G ഇന്ത്യയിൽ ഉടൻ ലോഞ്ച് ചെയ്യും. R സെഗ്മെന്റിൽ വരുന്ന വിവോയുടെ ആദ്യ ഫോണായിരിക്കും ഇത്. വിവോ ഉടൻ തന്നെ ഇന്ത്യയിൽ വിവോ T4R പുറത്തിറക്കാൻ തയ്യാറെടുക്കുകയാണെന്ന റിപ്പോർട്ട്. വിവോ T4R മീഡിയടെക് ഡൈമെൻസിറ്റി 7400 ചിപ്സെറ്റിൽ പ്രവർത്തിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. പൊടി, ജലപ്രതിരോധം എന്നിവയ്ക്കായി ഉയർന്ന IP68+, IP69 റേറ്റിംഗുകൾ ഇത് വാഗ്ദാനം ചെയ്യുമെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. വിവോ T4Xനും വിവോ T4 മോഡലുകൾക്കും ഇടയിലായിരിക്കും വിവോ T4R 5Gയുടെ സ്ഥാനം. രാജ്യത്ത് ഇതിന് 15,000 മുതൽ 20,000 രൂപ വരെ വില പ്രതീക്ഷിക്കാം. വിവോയുടെ T4 സീരീസിൽ നിലവിൽ വിവോ T4, T4X, T4 Ultra, T4 Lite എന്നിങ്ങനെ 4 മോഡലുകൾ ഉൾപ്പെടുന്നു. മീഡിയടെക് ഡൈമെൻസിറ്റി 9300+ ചിപ്സെറ്റും 5500 mAh ബാറ്ററിയുമുള്ള വിവോ T4 Ultra നിരയിലെ പ്രീമിയം മോഡലാണ്. 50 മെഗാപിക്സൽ പെരിസ്കോപ്പ് ടെലിഫോട്ടോ ഷൂട്ടർ ഉൾപ്പെടെ ട്രിപ്പിൾ റിയർ ക്യാമറ യൂണിറ്റാണ് ഇതിനുള്ളത്. 6.77 ഇഞ്ച് ഫുൾ HD+ AMO LED ഡിസ്പ്ലേ, 50 മെഗാപിക്സൽ ഡ്യുവൽ റിയർ ക്യാമറ യൂണിറ്റ്, 32 മെഗാപിക്സൽ സെൽഫി ഷൂട്ടർ എന്നിവയാണ് വിവോ T4 5Gയുടെ പ്രധാന സവിശേഷതകൾ. മീഡിയടെക് ഡൈമെൻസിറ്റി 7300 ചിപ്സെറ്റിലാണ് വിവോ T4X പ്രവർത്തിക്കുന്നത്. അതേസമയം വിവോ T4 Lite 5Gയിൽ 50 മെഗാപിക്സൽ ഡ്യുവൽ റിയർ ക്യാമറ യൂണിറ്റാണുള്ളത്. മീഡിയടെക് ഡൈമെൻസിറ്റി 6300 ചിപ്സെറ്റിൽ പ്രവർത്തിക്കുന്ന ഇതിൽ 6000 mAh ബാറ്ററിയുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. മത്സരത്തിനൊരുങ്ങി സിട്രോൺ. MPV ശ്രേണിയിൽ സിട്രോണിന്റെ ഇ സ്പേസ് ടൂറർ ഇന്ത്യയിലെത്തുന്നു.
ഫ്രഞ്ച് വാഹന നിർമ്മാതാക്കളായ സിട്രോണിന്റെ പ്രീമിയം ഇലക്ട്രിക് MPV മോഡലായ ഇ-സ്പേസ് ടൂറർ ഇന്ത്യൻ വിപണിയിലേക്ക്. നിലവിൽ ടൊയോട്ട, കിയ, MG എന്നിവയുടെ APV മോഡലുകളാണ് ഇന്ത്യൻ വിപണിയിലുള്ളത്. ഇതിലേക്ക് നാലാമനായി എത്താനൊരുങ്ങുകയാണ് സിട്രോൺ. സ്പേസ് ടൂററിന്റെ ഇലക്ട്രിക് മോഡലാണ് ഇന്ത്യയിലേക്കെത്തുക. വാഹനത്തിന്റെ നിർമ്മാണം പൂർണ്ണമായും വിദേശത്തായിരിക്കും നടത്തുക. ഇന്ത്യൻ വിപണിയിലേക്കെത്തുന്ന MG9 MPVയുടെ രൂപസാദൃശ്യത്തോടെയാണ് സിട്രോണിന്റെ പ്രീമിയം MPV സ്പേസ് ടൂറർ എത്തുക. മെഴ്സിഡസിന്റെ V ക്ലാസിനോട് സമാനമായ ബോഡി ശൈലിയാണ് സ്പേസ് ടൂററിനും. 136 HP ഉൽപ്പാദിപ്പിക്കുന്ന ഒരൊറ്റ ഇലക്ട്രിക് മോട്ടോറിന് കരുത്തു പകരുന്ന 75 കിലോവാട്ട് ബാറ്ററിയാണ് ഇതിലുള്ളത്. ഒറ്റ ചാർജിൽ 348 കിലോമീറ്റർ റേഞ്ചാണ് സിട്രോൺ അവകാശപ്പെടുന്നത്. മറ്റ് MPVയുടെ പോലെ തന്നെ സ്ലൈഡിംഗ് ഡോറിൽ തന്നെയാണ് ഈ സ്പേസ് ടൂറർ എത്തുന്നത്. വിശാലമായ ക്യാബിനാണ് വാഹനത്തിനുള്ളത്. 2 നിരയിലായിട്ടാണ് സീറ്റുകൾ എത്തുന്നത്. ഫോൾഡ് ചെയ്യാവുന്ന ട്രേ ടേബിൾ, വെന്റിലേറ്റഡ് സീറ്റുകൾ, എന്റർടൈൻമെന്റ് സ്ക്രീനുകൾ തുടങ്ങിയവ ഇന്റീരിയറിനെ മനോഹരമാക്കുന്നു. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ആഡംബര MPV ശ്രേണി വളർന്നുകൊണ്ടിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV.